ഒരു ആസിഫിന്റെ ഒരു 50 crore അടുത്ത ലോഡിംഗ് ആണ് ഉറപ്പായിട്ടും. നല്ല പടം. ജിത്തു ജോസിന്റെ മെയിൻ സിനിമകളെ പോലെ എസ്പെഷ്യലി ലാസ്റ്റ് 10 minutes ആസിഫ് പൊളിച്ചു. സൂപ്പർ. ഒരു നല്ലൊരു ത്രില്ലർ മൂവി അല്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് സാധാരണ ജിത്തു സാറിൻ്റെ മൂവി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതേ ഇത് തന്നെ ഇതിലും എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റാണ്. ലാസ്റ്റ് നമ്മൾ മൂവി തീർന്നു എന്ന് പറഞ്ഞ് ഇരിക്കുന്നിടത്താണ് ശരിക്കും ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് വരുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പറയേണ്ടതില്ലല്ലോ. വെരി ഗുഡ് ആക്ട്രസ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും ഹക്കീമാണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്താ അതെ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഫിലിം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ അതിൻ്റെ ശരിക്ക് ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഒരു 10 minutes എന്തായിരുന്നാലും ശരിക്ക് നമ്മൾ വണ്ടടിപ്പിച്ച് കളഞ്ഞു. ആസിഫിൻ്റെ ക്യാരക്ടറും എല്ലാം പറഞ്ഞാൽ ഡിഫറെന്റ് മൂവിയാണ്. അത് നിങ്ങളെല്ലാവരും കണ്ട ഇതാകായിരിക്കും നല്ലത്. ലൈക്ക് ആ ഒരു കൊള്ളാം, നൈസാണ്. ഫുൾ അൺഎക്സ്പെക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മളൊന്നും പ്രതീക്ഷിക്കണില്ല. ലൈക്ക് അയ്യോ എന്താണ് നമുക്കിങ്ങനെ കാണാനുള്ള ഒരു ഇതോ എന്താ വരും. ഇത് ഫുള്ള് ഹിറ്റാണ്. പടം ഹിറ്റാ. ദൃശ്യം അങ്ങനത്തെ ഒരു പടം തന്നെ. ആസിഫ് അലിയ പറഞ്ഞ തകർത്തു. രണ്ടുപേരും അടിപൊളി പെർഫോമൻസ്. നല്ല പടം. ഫാമിലി ഒരു ത്രില്ലർ പടം, ഒരു കോമഡി അങ്ങനത്തെ ഒരു ത്രില്ലിംഗ് മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു ഹിറ്റ് പടമായിരിക്കും. അത് നമുക്ക് കണ്ടു മടുത്ത ഒരു സാധനം തന്നെ. പക്ഷെ ഒരു ജിത്തു ജോസഫിൽ ചെയ്തേക്കണത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് നമുക്ക് കണ്ടാൽ തന്നെ. പക്ഷെ അതിൻ്റെ അകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് ഒരു സ്പോയിലർ ഉണ്ട്. അതാണ് പടം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതായിപ്പോയി. സ്പോയിലർ